ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ മുട്ട കൊണ്ട് ഒരു കുറുമ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നമ്മൾ വെജിറ്റബിൾ കുറുമയും ചിക്കൻ കുറുമയും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ മുട്ട കൊണ്ട് കുറുമാന്നോ സ്റ്റൂവെന്നോ എങ്ങനെയുള്ളതിന് പറയാം. ഞാനതിന് കുറുമ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു മുട്ടക്കൂട്ടാനാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് കുറുമ ഉണ്ടാക്കാം. മുട്ടക്കുറുമ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കണം. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. നമ്മളതിൻ്റെ 3 മുട്ട പുഴുങ്ങാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പുകല്ലും ഇട്ട് കൊടുക്കും. ഉപ്പുകല്ലോ ഉപ്പുപൊടി ഏതെങ്കിലും മതി. അത് നമുക്ക് കത്തിച്ച് കൊടുക്കാം. ഈ ഉപ്പുകല്ല് എന്തിനാണെന്ന് വെച്ചാൽ മുട്ട ഉപ്പുകല്ലിട്ടാൽ മിക്കവാറും വലിയ എളുപ്പം പൊട്ടത്തില്ല. ചില മുട്ട പൊട്ടും, എന്നാൽ മിക്കവാറും 90% മുട്ട പൊട്ടത്തില്ല. ഇനി നമുക്ക് മുട്ട പുഴുങ്ങുന്നതിൻ്റെ എത്ര കാണിക്കുന്ന വിചാരിക്കുന്നുണ്ടാവും. അതിനകത്തൊരു ചെറിയ ടിപ്പുണ്ട്. ആ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. ചൂടായതിനു ശേഷം ഞാനത് പറഞ്ഞുതരാം. നമ്മുടെ മുട്ടയെല്ലാം ചൂടായി തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇതെന്തിനാണെന്നറിയോ? ഇങ്ങനെ ഇളക്കിയാൽ മുട്ടയുടെ മഞ്ഞക്കരു മുട്ടയുടെ നടുക്ക് തന്നെ വരും. അതിനാണ് ഇങ്ങനെ ഇളക്കുന്നത്. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ തിളയ്ക്കുന്ന വരെ 2-3 മിനിറ്റ് തിളക്കിയാൽ മതി. കോഴിമുട്ടയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ താറാമുട്ടയാകുമ്പോൾ മിക്കവാറും നമ്മൾ പുഴുങ്ങി കഴിയുമ്പോൾ അതിൻ്റെ മഞ്ഞക്കരു ഒരു സൈഡിലായിരിക്കും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ മഞ്ഞക്കരു നടുക്ക് തന്നെ വരും. ഇപ്പം നമ്മൾ ഇളക്കി ആ വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇളക്കരങ്ങ് നിർത്താം. ഇനി നമുക്ക് നല്ല വെന്ത് വരണം. ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ കിടന്ന് നല്ലപോലെ മൊത്തം വെന്ത് വരണം. അത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടേക്കുന്ന എളുപ്പം വേവാൻ വേണ്ടിയിട്ട്. വെന്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. മുട്ട വെന്ത് തണുത്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ ബാക്കി ചേരുവകൾ ഞാൻ ശരിയാക്കി എടുക്കട്ടെ. ഉണ്ടാക്കുന്ന മുറയ്ക്ക് ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ട് അതിന് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ മൺചട്ടിയാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. മൺചട്ടിയാണ് എനിക്ക് ഇഷ്ടമുള്ള വെച്ചേക്കുന്നത്. നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും വെക്കാം. അപ്പോൾ അതിനകത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ ഇങ്ങനെ അരിഞ്ഞിടുന്നേ ഉള്ളൂ. ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടേക്കുന്നത്. അതുപോലെ വെളുത്തുള്ളി ഇട്ടുണ്ട്. അത് ഞാനിങ്ങനെ വലിയ വെളുത്തുള്ളിയായിട്ട് 3-4 ഞാൻ 2ആയിട്ട് കീറി ഇട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ച ഒന്ന് മാറി വരണം. ചെറിയ ചോപ്പ് എന്നിട്ടിപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് നിറമൊക്കെ ഒന്ന് മാറി. ഇനി നമുക്ക് കത്തിക്കേണ്ട സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ സവാള ഇട്ട് ഞാൻ ഒരു വലിയ സവാള തുറന്നു. ഒരു മീഡിയം സൈസ് സവാളയും വെച്ചേക്കുന്നത്. നമുക്ക് എൻ്റെ ഗ്രേവി വേണം. അതിന് കണക്കാക്കുന്ന സവാളയാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ 3 മുട്ട എടുത്തേക്കുന്നത്. ഗ്രേവിയാണ് നമുക്ക് കൂടുതലായിട്ട്. അപ്പോക്കത്തിനും ഗ്രേവി കൂടുതലാണ്. നമുക്ക് ആവശ്യമുള്ള ഗ്രേവിയുടെ കണക്കാക്കിയുള്ള സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് എൻ്റെ പച്ചമുളക്. ഞാനൊരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമ്മൾ എരിക്ക് വേണ്ടി ചേർക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കുരുമുളകും ഒക്കെ മുളക് പൊടി ചേർക്കാതെ കറി വെക്കുന്നത് നമ്മൾ ഈ കുറുമ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിനെല്ലാം മൂപ്പിച്ചെടുക്കാം. സവാള എളുപ്പം മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർക്കാം. എന്നാൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ എടുത്തേക്കുന്ന ഹിമാലയൻ മൊത്തമാണ്. അത് നമ്മൾ ഇച്ചിരി കൂടുതൽ എളുപ്പമാണ്. എനിക്ക് ഒന്നുകൂടെ നല്ലോണം കൂടുതലുള്ളതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. ഇനി നമുക്ക് സവാള ഒന്ന് ഒരുപാടൊക്കെ മൂത്ത് കൊണ്ട് ഒന്ന് നല്ലോണം സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇനി ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് നമ്മൾ സവാളയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി വേണം ഇട്ട് കൊടുക്കാൻ. പുളിയുള്ളതാവരുത്. നമുക്കിതിനെ നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ച് വെക്കാം. തക്കാളി ഒന്ന് വെന്ത് വരണം. ഇളക്കി അടച്ച് വെക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകാതെ. ഞാനിപ്പോൾ വെച്ചേക്കുന്ന ഹൈ ഫ്ലെയിമിലാണ്. 2 പ്രാവശ്യം ഇളക്കി നോക്കിയാൽ ഞാൻ നോക്കുന്നത്. നമ്മുടെ തക്കാളിയൊക്കെ വെന്തിരിപ്പുണ്ട്. ഞാൻ ഈ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടി ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചേർക്കാവുള്ളൂ. അതിൻ്റെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ടേബിൾ സ്പൂൺ. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇത് വീട്ടിൽ തന്നെ പൊടിക്കുന്ന മസാലപ്പൊടിയാണ്. കുറച്ച് ചേർക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ചേർക്കേണ്ട 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെയുള്ള എരിക്ക് ചേർക്കുന്ന മുളക് പൊടി ചേർക്കത്തില്ലാത്തിൽ നിറം വരണ്ട. അതിന് കുറുമയ്ക്കാൻ വേണ്ടി നിറം വേണ്ട. അതുകൊണ്ട് മുളക് പൊടി ചേർക്കത്തില്ല. ഈ പൊടിയെല്ലാം കൂടെ കിടന്ന് ഒന്ന് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വരെ വെച്ചേക്കണം. ഇത് ഒരുപാട് സമയം വേണ്ട. 1-2 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി.
ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കാൻ വേണം. എന്നിട്ടിപ്പോൾ ആ പൊടിയൊക്കെ മൂത്തം നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീയങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയേക്കുന്നത്, വെള്ളം ഒട്ടും ചേർക്കത്തില്ല. നമുക്കിനി ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. നല്ലപോലെ തണുക്കണം, അതിന് ശേഷമാണ് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വഴുതി വെച്ചിരുന്ന സാധനം എല്ലാം തന്നെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാതെ. ഇനി എന്താണ് അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി കുറച്ച് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 8-10 വേണം. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില, എൻ്റെ മല്ലിയില ഇച്ചിരി വാടിപ്പോയേ നല്ല നമുക്ക് ഇട്ട് കൊടുക്കാൻ മണവും ടേസ്റ്റും ഒക്കെ വരും. ഇതിനെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുത്തോണ്ട് വരണം. അതുകൊണ്ട് ഇനി കടുവ് വറക്കണം. നമുക്ക് അതിന് കടുവ് വറുത്തിട്ട് ഞാൻ ചേർക്കുന്നത്. ചിലപ്പോൾ തോരനും ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിനുണ്ടെങ്കിൽ ആദ്യം കടുവ് വറക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കടുവ് വറക്കാം. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ. നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം നട്ട് പൊട്ടി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മുളക് മുറിച്ച് ചെറിയത് വലിയ മുളകാണെങ്കിൽ മുറിച്ച് നല്ല മുറിക്കാതില്ല. നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് ഇനി നമ്മൾ ചെയ്യുന്നുണ്ട് ചുവന്നുള്ളി ചെറുതായിട്ടറിഞ്ഞ് ഒരു 3-4 ചുവന്നുള്ളി. ഇതൊന്നും നല്ലപോലെ മൂത്ത് വരണം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊക്കെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ചേരുവയുണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചുകൊണ്ടേ അതിന് ഇറങ്ങി വരാൻ ഇച്ചിരി പാടാണ്. അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണ്ട നമ്മളതിൻ്റെ അരപ്പെല്ലാം ചേർത്ത് ഇതിനകത്തേക്ക് നമുക്ക് ജാറ് കഴുകി കുറച്ച് വെള്ളം, ഇതുവരെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഇനി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ചേർത്തിട്ട് പച്ച നിറത്തിൽ കാണുന്ന ലൈറ്റിൻ്റെ വെട്ടം കണ്ട് പച്ച നിറം പോലെ തോന്നുന്നത്. ഇത് ശരിക്കും തന്നെ നല്ല മഞ്ഞ നിറമാണ്. ഞാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെല്ലാം രാത്രിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ നമുക്കിതിനെ തിളച്ച് വരണം. എന്നിട്ട് അതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കണം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തുള്ളൂ. ഹിമാലയൻ റോസ് വാട്ടർ ആയതുകൊണ്ട് അതിന് നല്ല ഉറയാണ്. അത് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇതിന് തിളച്ച് ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്ന് ഇച്ചിരി നമുക്ക് ചേർക്കാം. അതുകൊണ്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പുഴുങ്ങിയ മുട്ടയുള്ളൂ. ഞാൻ ഇതൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് മുറിച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ മുറിക്കുന്നില്ല, ചെറുതായിട്ട് വരഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടെ ചേർന്ന് തിളച്ച് വന്നിട്ട് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് ചേർക്കാം. നമുക്കൊന്ന് അടച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതെണ്ണം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു സാധനം കൂടെ ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഞാൻ തേങ്ങാപ്പാലിന് പകരം തേങ്ങ തന്നെ നല്ലപോലെ അരച്ച് ചേർക്കുകയാണ്. തേങ്ങ പിഴിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാൻ മടിയും ഒക്കെയാണ്. എന്നെ ഇച്ചിരി ജോലിയായി തേങ്ങ പിഴിയുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് തേങ്ങാപ്പാലെടുക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങ് തേങ്ങ നല്ലപോലെ അരച്ചങ്ങ് ചേർക്കുക. അതിനകത്ത് കുറച്ച് ഇത് പാത്രം കഴുകി കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പം വേണ്ട നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മുട്ടക്കുറുമ, മുട്ടക്കറിയല്ല മുട്ടക്കുറുമ. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതിനകത്ത്. ഉള്ളത് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. സാധാരണ കഴിക്കുന്ന നല്ലതൊരു വെറൈറ്റി ടേസ്റ്റാണ്. നമുക്കിനി എൻ്റെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അതുകൊണ്ട് എനിക്ക് കുറച്ച് നാളുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടായിരുന്നു. ഞങ്ങളുടെ ടെസ്റ്ററെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. ഈയിടെ വന്നതെന്ന് ഇച്ചിരി ഗമ കൂടുതലാണ്. ഓരോ ക്ലാസ് മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് ഗമ കൂടിക്കൂടിയാണ് വരുന്നത്. അത് അവൻ എന്താ അഭിപ്രായം പറയാൻ നോക്കാം. സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതായാലും സത്യസന്ധമായിട്ട് പറയണം. ക്യാമറയ്ക്കകത്ത് വരുന്നത് മേടിക്കാൻ വേണ്ട. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം. പിന്നെ ഇത് കഴിച്ചിട്ട് കൊള്ളത്തെന്ന് പറയുമോ? നീ അങ്ങനെ പറയാറില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറയും. ആ അത് ഇടയ്ക്കിടയ്ക്ക് പറയും.
അല്ല കഴിച്ചു കഴിഞ്ഞിട്ടേ എണീറ്റ് അങ്ങ് അപ്പുറത്ത് വരുന്ന അത് കളത്തിലായിരുന്നു പറയുന്നത്. എന്താ പറയുക, ഇനി അവിടെ നിന്ന് എനിക്കൊന്നും വേണ്ട. അല്ല, ഇനി എനിക്കൊന്നും വേണ്ടെന്ന് പറയും. അത് കഴിയുന്നുണ്ടെ പറയും ഞാൻ ചുമ്മാ പറഞ്ഞ അമ്മ വീട് എനിക്കൊന്നും ഉണ്ടാക്കി തരുന്നില്ല. എല്ലാം അവർ തന്നെ പറയുന്നത്. അതെ, ഒരപ്പം കൂടെ തട്ടെ. എന്തൊക്കെ പറഞ്ഞ ഒരപ്പം മതി. അപ്പൊ ഞാൻ വിചാരിച്ചു കൂട്ടാൻ ഇഷ്ടപ്പെടാനിട്ടായിരിക്കും അപ്പൊ ഒന്ന്. എന്നിട്ട് അവൻ പറയുന്നത് എല്ലാം ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ല, ഒന്നും സുഖം കൊണ്ടാലും കഴിച്ചു പോകുന്നതാ. അത് ചോദിക്കും, അത് എപ്പോഴത്തോട്ട് വിളിക്കുന്നറിയാം. അപ്പൊ അവന്റെ അഭിപ്രായം കേട്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാനൊക്കെ സാധനം അല്ലേടാ. അപ്പൊ എല്ലാവരും അത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഗ്രേവിക്കാ ടേസ്റ്റ് തന്നെ. ഗ്രേവി ഇതുപോലെ തന്നെ പോയിരിക്കണം. ആ ഗ്രേവിയല്ല പണി മൊത്തം, മുട്ടയ്ക്കല്ല പണി, ഗ്രേവിക്കാ പണി അത്രയും. വല്ലപ്പോഴും ഒരു ചേഞ്ചിനൊക്കെ നല്ലതാണ് എല്ലാവർക്കും. പിന്നെ വെറൈറ്റി രുചികൾ ഇഷ്ടപ്പെടുന്നവർ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഹൈപ്പ് വരും, അതുകൂടെ ചെയ്തിട്ടേക്കുക. നമുക്കിനി ഇതുപോലെ പുതിയ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.